ബാക്കി വീണ്ടും നമുക്ക് ഫ്ലക്സ് യുദ്ധത്തിലേക്ക് പോകാം അല്ലേ? നേരത്തെ എറണാകുളത്തായിരുന്നു ഫ്ലക്സ് യുദ്ധം. ഇപ്പോഴിതാ തൃശ്ശൂർ നഗരത്തിൽ KC വേണുഗോപാലിനും BD സതീശനും വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ. അപ്പോൾ ചെന്നിത്തലയില്ല, ചെന്നിത്തലയ്ക്ക് വേണ്ടി ഫ്ലക്സ് വെക്കാൻ ആരുമില്ല. KC വേണുഗോപാൽ നയിക്കുമെന്ന വാചകത്തോടെയാണ് ഫ്ലക്സ് ബോർഡ്. അവർ CM എന്നാണ് BD സതീശന് വേണ്ടിയുള്ള ഫ്ലക്സിലെ വാചകങ്ങൾ. MG റോഡിലും ജില്ലാ ആശുപത്രിക്ക് സമീപവുമാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഞാനിത് ഈ വരുന്നതിന് മുമ്പ് നമ്മുടെ കരമന കഴിഞ്ഞാൽ വലിയൊരു ഫ്ലക്സ് ബോർഡുണ്ട്. അതിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ടൊരു ഫ്ലക്സ് ഉണ്ട്. അതായത് ഈ നിയുക്ത മുഖ്യമന്ത്രിമാരെ കൊണ്ട് തട്ടിയിട്ട് ഇപ്പോൾ കേരളത്തിൽ നടക്കാൻ സ്ഥിതിയില്ലാത്ത ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് സാനു കെ സജീവനോട് ചോദിക്കാം. സാനു, ആർക്കാണ് മുൻതൂക്കം തൃശ്ശൂരിൽ ആർക്കാണ് മുൻതൂക്കം? KC വരണമെന്നാണോ VD വരണമെന്നാണോ? എന്തായാലും രമേശ് ചെന്നിത്തല തൃശ്ശൂരിൽ പിക്ചറിലില്ല അല്ലേ? അനിൽ നമ്പ്യാർ, രാഖി, എന്തായാലും തൃശ്ശൂർ ഈ പോസ്റ്റർ യുദ്ധത്തിന്റെ ക്യാപിറ്റൽ എന്നാണ് കോൺഗ്രസുകാർ തന്നെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരു ക്യാപിറ്റലിൽ ഇപ്പോൾ പുതിയ പോസ്റ്റർ യുദ്ധം ഉണ്ടായിരിക്കുകയാണ്. VD സതീശന് വേണ്ടി ഒരു വിഭാഗവും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് KC വേണുഗോപാലിന് വേണ്ടി മറുവിഭാഗവും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോസ്റ്ററുകളൊക്കെ ഫ്ലക്സ് ബോർഡുകളൊക്കെ വെച്ചിരിക്കുന്ന MG റോഡിലും അതേപോലെ തന്നെ ജനറൽ ആശുപത്രിക്ക്, ജില്ലാ ആശുപത്രിക്ക് മുൻഭാഗത്തുമാണ്. ഒന്നോ രണ്ടോ ഫ്ലക്സുകളല്ല, നഗരമൊട്ടുക്കും ഇതെല്ലാം സമാന നിലയിലുള്ള ഫ്ലക്സുകൾ ഇവർ ാണ് നിലവില് KC വേണുഗോപാലിന് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കുന്ന ഒരു നിലയിലേക്ക് DCC അധ്യക്ഷനടക്കം മാറിയിട്ടുണ്ടെന്നാണ് മറുവിഭാഗം. അതായത് VD സതീശനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഇവിടെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ KC വേണുഗോപാലിന്റെ ഒരു അപ്രമാദിത്യം ഈ എല്ലാ സ്ഥാനാർത്ഥി നിർണയത്തിലും അതേപോലെ തന്നെ പല കാര്യത്തിലും ഇടപെടുന്നതിൽ KC വേണുഗോപാലിന്റെ തീരുമാനങ്ങളെല്ലാം നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ DCCയുടെ ഒരു പിന്തുണ, രഹസ്യമായിട്ടൊരു പിന്തുണ, തത്വത്തിലൊരു പിന്തുണ KC വേണുഗോപാലിനുണ്ട്. ഈ KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നതിന് തൊട്ട് സമീപം തന്നെ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിന്റെ ഫ്ലെക്സുകളുമുണ്ട്. ആ ഫ്ലെക്സുകളിൽ പറയുന്ന വാചകം UDF നയിക്കുമെന്നുള്ളതാണ്. എന്നാൽ അതിന് തൊട്ടിപ്പുറത്ത്, അതിന് തൊട്ട് സമീപത്ത് തന്നെ KC വേണുഗോപാലിന്റെ ചിത്രം ഉണ്ട് എന്നുള്ളതും ആണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന, അല്ലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. എന്തായാലും തൃശ്ശൂർ നഗരത്തിൽ ഒന്നാകെ ഫ്ലെക്സുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഒരു വിഭാഗം KC വേണുഗോപാലിന് വേണ്ടിയും മറുവിഭാഗം VD സതീശന് വേണ്ടിയുമാണ്. ഈ ഫ്ലെക്സുകൾ വെച്ചിരിക്കുന്നതിനടിയിൽ ടീം VDS എന്നാണ് ഒന്നിൽ എഴുതിയിരിക്കുന്നത് VD സതീശന്റെ ഫ്ലെക്സില്, മറ്റത് ടീം UDF എന്ന് എഴുതിയിരിക്കുന്നു. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകളാണ് നഗരത്തിൽ മുഴുവൻ ഭാഗങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, വളരെയധികം നന്ദി സാനുവിന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. രാഖി, എന്തായാലും ഫ്ലക്സ് യുദ്ധം നടന്നോട്ടെ, അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങാതിരുന്നാൽ മതി. മാത്രമല്ല, അതെ, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാർ ആ വഴിക്ക് പോവാതിരുന്നാൽ മതി. സാറിന് എവിടെ ഫ്ലക്സ് കണ്ടാൽ അപ്പോൾ അവിടെ ജില്ലാ കലക്ടറെ വിളിച്ചത് മാറ്റാൻ പറയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹൈക്കമാൻഡിനോട് ഒരു അഭ്യർത്ഥനയാണ്, എത്രയും പെട്ടെന്ന് ഈ ഫ്ലക്സ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുക, തീരുമാനിക്കുക, ആരെയെങ്കിലും തീരുമാനിക്കുക അല്ലേ? ഈ ഒരു ആശയക്കുഴപ്പം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക.